Good morning students. ഇന്നലെ നമ്മൾ പഠിച്ച സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ്റെ കണ്ടിന്യൂവേഷനാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞത് രണ്ട് ടോപ്പിക്സ് ആയിരുന്നു. ദ ഫസ്റ്റ് വൺ ഈസ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്. വാട്ട് ആർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്, എന്താണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടോപ്പിക്ക് ദ റൂൾസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് സൊല്യൂഷൻ ഫോർ സൈമൾട്ടേനിയസ് ഇക്വേഷൻ. സൈമൾട്ടേനിയസ് ഇക്വേഷൻ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ സംബന്ധിച്ച് ആ സെറ്റ് ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള, സൊല്യൂഷൻ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ രണ്ട് ടോപ്പിക്സ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് സോൾവിങ് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഇൻ ടു അൺനോൺസ്. അതായത് ലീനിയർ സൈമൾട്ടേനിയസ് രണ്ട് അൺനോൺസ് ഉള്ള അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് ഉള്ള ഒരു ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത്, സെറ്റ് ഓഫ് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ്, എത്ര മെത്തേഡ്സ് ഉണ്ട്, സോൾവിങ്ങിൻ്റെ മെത്തേഡ്സാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ടും രണ്ട് മെത്തേഡ്സാണ് ഫോർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസിനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മെത്തേഡ് ഓഫ് എലിമിനേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് മെത്തേഡ് ഓഫ് എലിമിനേഷൻ. പേര് പോണക്ക് തന്നെ എലിമിനേഷൻ, അതായത് ഒഴിവാക്കുക. നമ്മൾ ഹെഡിങ് പറഞ്ഞത് എന്തായിരുന്നു? ദ മെത്തേഡ്സ് ഓഫ് സോൾവിങ് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഇൻ ടു അൺനോൺസ്. രണ്ട് വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ലീനിയർ ആയിട്ടുള്ള സൈമൾട്ടേനിയസ് ഇക്വേഷനുകളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അപ്പോൾ രണ്ട് അൺനോൺ വേരിയബിൾസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് അൺനോൺ വേരിയബിൾസിൽ നിന്ന് ഒരു വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യും? ബൈ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. അതിനുശേഷം മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യുന്നത് വഴി മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയും ആ കിട്ടിയ വാല്യൂ ഉപയോഗിച്ച് ആ എലിമിനേറ്റ് ചെയ്ത വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് എലിമിനേഷനകത്ത് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടു A1 A2 B1 B2 C1 C2 തുടങ്ങിയ കുറച്ച് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സിന് അല്ലേ, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ്, വൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ്, കോൺസ്റ്റൻ്റ് ടേംസ്, ഇവയാണ് ഈ പറഞ്ഞേക്കുന്നത് A1 A2 B1 B2 C1 C2 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ A1 A2 B1 B2 C1 C2 എന്നിവ ഉപയോഗിച്ച് അവയുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫോർമുലയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ വേരിയബിൾസിൻ്റെ വാല്യൂ അഥവാ സൊല്യൂഷൻസ് അഥവാ റൂട്ട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ഏത് മെത്തേഡ് എന്ന് പറയുന്നത്? സെക്കൻഡ് മെത്തേഡ്, ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ദെർഫോർ ഒരു ലീനിയർ സെറ്റ് ഓഫ് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസിൻ്റെ അൺനോൺസിൻ്റെ വാല്യൂസ്, രണ്ട് അൺനോൺസ് ഉണ്ടെങ്കിൽ രണ്ട് അൺനോൺസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മെത്തേഡ് ഓഫ് എലിമിനേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സും എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഒരു പ്രോബ്ലം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സോൾവ് 2x + y = 7 ആൻഡ് 5x + 7y = 22. അത് ഒരു സെറ്റ് ഓഫ് ഇക്വേഷനാണ്. ഇതിനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട്? രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. രണ്ട് വേരിയബിൾസ് അടങ്ങിയ രണ്ട് ഇക്വേഷൻസ് ആണ് ഉള്ളത് ഇവിടെ. ഈ രണ്ട് വേരിയബിൾസിനെ സംബന്ധിച്ചും അവയുടെ പവർ രണ്ട് ഇക്വേഷനകത്തും എന്താണ്? 1 ആണ്. ദെർഫോർ നമുക്ക് പറയാം ദ ഗിവൺ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആർ ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഇൻ ടു അൺനോൺസ് വിച്ച് ആർ എക്സ് ആൻഡ് വൈ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനായിട്ട് അഥവാ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര മെത്തേഡ്സ് ഉണ്ട്? രണ്ട് മെത്തേഡ്സാണ് സോൾവിങ്ങിനുള്ളത്. അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് ഓഫ് എലിമിനേഷൻ വഴി നമുക്ക് എങ്ങനെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഞാൻ എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് കൺസിഡർ 2x + y = 7 ആൻഡ് 5x + 7y = 22. രണ്ട് വ്യത്യസ്ത ഇക്വേഷൻസ് ആയതുകൊണ്ട് തന്നെ അവയ്ക്ക് രണ്ട് ഇക്വേഷൻ നമ്പർ കൊടുക്കുന്നു. ലെറ്റ് ദ ഫസ്റ്റ് ഇക്വേഷൻ ബി ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദ സെക്കൻഡ് ഇക്വേഷൻ ബി ഇക്വേഷൻ നമ്പർ 2.
ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് മെത്തേഡിൻ്റെ പേര്? മെത്തേഡ് ഓഫ് എലിമിനേഷൻ. ഏതെങ്കിലും ഒരു വേരിയബിളിനെ എന്ത് ചെയ്യാൻ പോവുക? ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഏത് വേരിയബിളിനെയാണോ എനിക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത്, ഇവിടെ രണ്ട് വേരിയബിൾസാണ് ഉള്ളത്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഏത് വേരിയബിളിനെയാണോ എനിക്കിവിടെ എലിമിനേറ്റ് ചെയ്യേണ്ടത്, ആ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന വാല്യൂസിനെ സെയിം ആക്കുക എന്ന് പറയുന്ന പ്രൊസീജിയറാണ് ആദ്യം നമ്മൾ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. അതായത് ഇവിടെ എനിക്ക് എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എക്സിൻ്റെ ഫസ്റ്റ് ഇക്വേഷനിലെ കോഎഫിഷ്യൻ്റ് 2ഉം സെക്കൻഡ് ഇക്വേഷനിലെ കോഎഫിഷ്യൻ്റ് 5ഉമാണ് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെയാണ് എനിക്ക് ഒഴിവാക്കേണ്ടതെങ്കിൽ ഈ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് രണ്ട് ഇക്വേഷനിലും എന്താകണം? സെയിം വാല്യൂ ആകണം. ഇനി വൈ എന്ന് പറയുന്ന വേരിയബിളിനെയാണ് എനിക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ഇക്വേഷനിലെ വൈയുടെ വേരിയബിളായ വൈയുടെ കോഎഫിഷ്യൻ്റായ 1നെ സെക്കൻഡ് ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യൻ്റായ 7നെയും തമ്മിൽ എന്ത് ചെയ്യണം? ഈക്വലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഈക്വലൈസേഷൻ പ്രോസസ്സിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ലെറ്റ് ഇറ്റ് ബി എനിക്ക് എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടതെന്ന് ഇരിക്കട്ടെ. അതിന് വേണ്ടി ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷനിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റിനെ നോക്കുക. എത്രയാണ്? 5. ആ 5 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് അല്ലെങ്കിൽ ആ നമ്പർ കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെ മൊത്തത്തിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. തിരിച്ച് ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2. ആ 2 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് സെക്കൻഡ് ഇക്വേഷനെ മൊത്തത്തിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഞാൻ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ ഇതാണ്. 5 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 2. നമ്മളൊരു ഇക്വേഷനെ ആണ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒരു ഇക്വേഷനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ഇക്വേഷനിൽ, ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആണെങ്കിൽ ആ ഇക്വേഷനിൽ എവിടെയൊക്കെ വാല്യൂസ്, അതായത് ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടോ അവയെ എല്ലാം എന്ത് ചെയ്യുക? ഈ നമ്പർ കൊണ്ട്, 5 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഒരു ഇക്വേഷനെ നമ്മളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കോഎഫിഷ്യൻ്റിനെ അല്ലെങ്കിൽ ആവശ്യമുള്ള നമ്പറിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ആ ഇക്വേഷൻ നമ്പർ 1ൽ എവിടേക്കാണ് ന്യൂമറിക്കൽ വാല്യൂസ് ഉള്ളത് ആ എല്ലാ പൊസിഷനിലും കിടക്കുന്ന നമ്പേഴ്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെർഫോർ ഫസ്റ്റ് ഇക്വേഷൻ ബിക്കംസ് 10x പ്ലസ് 5y ഈക്വൽ ടു 35. ഫസ്റ്റ് ഇക്വേഷനിലുള്ള മാറ്റം എന്താണ്? 5 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1 ദാറ്റ് ഈസ് 5 ഇൻറ്റു 2 10x പ്ലസ് 5 ഇൻറ്റു ഈ വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ എന്തായിരുന്നു? 1. ദെർഫോർ 5 ഇൻറ്റു 1 5y ഈക്വൽ ടു 5 ഇൻറ്റു 7 ദാറ്റ് ബിക്കം 35. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 5 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ ഫസ്റ്റ് ഇക്വേഷൻ ആവുന്ന ചേഞ്ച് എങ്ങനെയാണ്? 10x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 35. സിമിലർലി സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 എവിടെ നിന്നാണ് വന്നത്? ഫസ്റ്റ് ഇക്വേഷനകത്ത് എക്സ് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരുന്നു എന്ത്? 2. ദെർഫോർ 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് സെക്കൻഡ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ചേഞ്ച് ചെയ്യും? 2 ഇൻറ്റു 5 10x പ്ലസ് 2 ഇൻറ്റു 7 14y ഈക്വൽ ടു 2 ഇൻറ്റു 22 ദാറ്റ് ഈസ് 44. ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഈ രണ്ട് ഇക്വേഷനുകളിലുമുള്ള ഓപ്പറേഷൻസിനൊന്നും എന്ത് ചെയ്യരുത്? മാറ്റരുത്. പ്ലസ് എവിടേക്കാണോ ഉള്ളത് അഡീഷൻ സൈൻ അവിടെ എല്ലാം തന്നെ റീപ്ലേസ് ചെയ്യണം. ഇക്വാളിറ്റി എവിടേക്കാണോ എഴുതിയിരിക്കുന്നത് അതെല്ലാം തന്നെ എന്ത് ചെയ്യണം? അതാത് പൊസിഷനിൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കിട്ടിയ പുതിയ സെറ്റ് ഓഫ് ഇക്വേഷൻസ് അവയുടെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 10. വാട്ട് അബൌട്ട് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇൻ സെക്കൻഡ് ഇക്വേഷൻ ഓൾസോ ബിക്കം 10. അതായത് ഈ കേസിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് രണ്ടും എന്തായി? സെയിമായി മാറി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു സെയിം ആയിട്ട് വരും. എപ്പോഴാണോ ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് രണ്ടും ഈക്വൽ ആകുന്നത് ആ ഈക്വൽ ആകുന്ന കേസിൽ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് മുകളിലത്തെ ഇക്വേഷനിൽ നിന്നും താഴത്തെ ഇക്വേഷൻ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. നമുക്കറിയാം ഒരു നമ്പറിൽ നിന്ന് ഫോർ എക്സാമ്പിൾ 18 ഈ നമ്പറിൽ നിന്ന് അതേ നമ്പറിനെ
സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 0 കിട്ടും അല്ലേ? ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പറിനെ സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ആ ഒരു സബ്ട്രാക്ഷൻ പ്രൊസീജിയർ ഈ ഇക്വേഷനുകളുടെ കേസിലും ക്യാരി ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഞാൻ ഈ ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷനെ മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് പറ്റും? ഈ 10x മൈനസ് 10x എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വരും. അപ്പോൾ 10x മൈനസ് 10x അവിടെ ഓട്ടോമാറ്റിക് എന്തായിട്ട് പോകും? 0. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ എന്തായി? 0x എന്നായി. 0x വരുമ്പോഴത്തേക്കും ആ പൊസിഷനിൽ എന്തില്ല? ഇനി 0 ഇൻറ്റു എക്സ് ഈസ് 0. അവിടെ ഒരു വാല്യൂ ഇല്ല. അതായത് എക്സ് എന്ന് പറയുന്ന ആ വേരിയബിൾ എന്ത് ചെയ്തു? അവിടെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ എലിമിനേഷൻ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തത്? ആ ഏത് വേരിയബിളിനെയാണോ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത് ആ എലിമിനേറ്റ് ചെയ്യപ്പെട്ട വേരിയബിളിൻ്റെ എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ട വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ത് ചെയ്തു? ഈക്വലാക്കി. ദെർഫോർ ഈ ഫസ്റ്റ് അപ്പോൾ ഈക്വൽ ആയ സ്ഥിതിക്ക് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ദെർഫോർ സബ്ട്രാക്ഷൻ. രണ്ട് ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റൊരു ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനെ നോക്കുക. രണ്ടാമത് നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ നോക്കുക. ആ ഇക്വേഷനകത്ത് ഓരോ കോഎഫിഷ്യൻറ്റുകളെ നോക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സെക്കൻഡ് ഇക്വേഷൻ ഇറ്റ് ഈസ് 10, വൈയുടെ കോഎഫിഷ്യൻ്റ് ഈസ് 14, വടബടെ കോൺസ്റ്റൻറ്റ് ടേം ഇറ്റ് ഈസ് 44. അപ്പോൾ ഈ ഓരോ ന്യൂമറിക്കൽ വാല്യൂസിൻ്റെയും സൈൻ നോക്കുക. ദാറ്റ് ഈസ് 10ൻ്റെ സൈൻ പോസിറ്റീവാണ്, 14ൻ്റെ സൈൻ പോസിറ്റീവാണ്, 44ൻ്റെ സൈനും പോസിറ്റീവാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു ഇക്വേഷനിൽ നിന്നും മറ്റൊരു ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഇക്വേഷനിലെ ന്യൂമറിക്കൽ വാല്യൂസ് എവിടേക്കാണോ ഉള്ളത് ആ വാല്യൂസിൻ്റെ എല്ലാം സൈൻ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. അതായത് പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. ദെർഫോർ ഇവിടെ 10xൻ്റെ സൈൻ എന്തായിരുന്നു? കോഎഫിഷ്യൻ സൈൻ്റെ 10ൻ്റെ സൈനിന് പോസിറ്റീവായി ഇവിടെ എന്തായി? നെഗറ്റീവായി. 14ൻ്റെ സൈൻ പോസിറ്റീവായിരുന്നപ്പോൾ നമ്മൾക്ക് എന്താക്കി കൊടുക്കാം? നെഗറ്റീവാക്കി കൊടുക്കാം. അതുകൊണ്ട് തന്നെ 44ൻ്റെ സൈൻ പോസിറ്റീവ് ആയിരുന്നു, അതിനെ എന്താക്കാം? നെഗറ്റീവ് ആക്കാം. അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് സൈനിൻ്റെ റിവേഴ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ഈ മൈനസിനെ എന്താക്കുക? പ്ലസ് ആക്കുക. അതായത് ജനറൽ റൂൾ ഇതാണ്. രണ്ട് ഇക്വേഷനുകളെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റുകളുടെ സൈൻ, രണ്ടാമത്തെ ഇക്വേഷനകത്തുള്ള വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻറ്റുകളുടെ സൈൻ റിവേഴ്സ് ചെയ്തതിന് ശേഷം ആ രണ്ട് ഇക്വേഷനുകളെ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മുടെ അഡീഷൻ പ്രോസസ്സിനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 10 പ്ലസ് മൈനസ് 10x പ്ലസ് വൈയുടെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? ഇതിനകത്ത് രണ്ടിനകത്തും എക്സ് ഉണ്ട്, എക്സ് ഞാൻ കോമൺ എടുത്ത് പുറത്ത് എഴുതുന്നേ ഉള്ളൂ. നൗ 5 പ്ലസ് മൈനസ് 14y ഇസ് ഈക്വൽ ടു 35 പ്ലസ് മൈനസ് 44. ഇനി നോക്കുക, ഈ രണ്ട് ടേംസ് ഫസ്റ്റ് ടേം ഈസ് പോസിറ്റീവ്, സെക്കൻഡ് ടേം ഈസ് നെഗറ്റീവ്. നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ സൈൻ ഇടും. 10 പ്ലസ് മൈനസ് 10 രണ്ടും ഒരേ വാല്യൂസ് ആണുള്ളത്. ദെർഫോർ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 0x പ്ലസ് ഈ എക്സ് താഴേക്ക് എടുത്ത് എഴുതി. നെക്സ്റ്റ് വൺ ഈസ് 5 പ്ലസ് മൈനസ് 14. 5 പ്ലസ് മൈനസ് 5ഉം 14 തമ്മിലുള്ള ഡിഫറൻസ് ഇറ്റ് ഈസ് 9. ഇതിനകത്ത് വലിയ വാല്യൂ 14 ആയതുകൊണ്ട് അതിൻ്റെ സൈൻ ദാറ്റ് ഈസ് മൈനസ് y ഇസ് ഈക്വൽ ടു 35 പ്ലസ് മൈനസ് 44. 35ഉം 44ഉം തമ്മിലുള്ള ഡിഫറൻസ് ഇറ്റ് ഈസ് 9. വലിയ വാല്യൂ 44 ആയതുകൊണ്ട് അതിൻ്റെ സൈൻ മൈനസ്, ദെർഫോർ മൈനസ് 9. 0 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് 0 പ്ലസ് മൈനസ് 9y is equal to minus 9. That is minus 9y is equal to minus 9. Therefore y is equal to minus 9 by minus 9 which is equal to 1. Therefore നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ ഈ തന്നിട്ടുള്ള രണ്ട് ഇക്വേഷൻസിനെ കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് എലിമിനേറ്റ് ചെയ്യേണ്ട ഏത് വേരിയബിൾ ആണോ നമ്മളുടെ ഇഷ്ടമാണത്. ഞാനിവിടെ എക്സ് എലിമിനേറ്റ് ചെയ്യാനാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എക്സിൻ്റെ കോഎഫിഷ്യൻസിനെ ഞാൻ എന്ത് ചെയ്തു? ഈക്വലാക്കി. അതിനുശേഷം ആദ്യത്തെ ഇക്വേഷനിൽ നിന്നും പുതുതായിട്ട് മോഡിഫൈ ചെയ്യപ്പെട്ട ഇക്വേഷനുകളുടെ സെറ്റിൽ ആദ്യത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തും എലിമിനേറ്റ് ചെയ്ത് പോകും?
ഒരു വേരിയബിൾ നമ്മൾ ഈക്വലൈസ് ചെയ്ത് കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കി ആ വേരിയബിൾ എലിമിനേറ്റ് ചെയ്ത് പോവുകയും ബാക്കിയുള്ള വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും, രണ്ടാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി ബാക്കി പ്രൊസീജിയർ, ഇവിടെ വൈയുടെ വാല്യൂ, ഒരു വേരിയബിളായ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ വാല്യൂ നമുക്ക് ആദ്യം നമ്പർ ഇട്ട് വെച്ച ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഏതെങ്കിലും ഇക്വേഷൻ നമ്പർ 1 ഓർ ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്യുക, തിരിച്ച് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇക്വേഷൻ നമ്പർ 1 ആണ് ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ് എങ്ങനെ മാറും, 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എനിക്കറിയാം, ദെർഫോർ എക്സ് തന്നെ എഴുതി, പ്ലസ് വൈയുടെ വാല്യൂ എത്രയാണെന്ന് എനിക്ക് അറിയാം ഇപ്പോൾ 1 is equal to 7. ഈ വൈയുടെ വാല്യൂ ഞാൻ എന്ത് വെച്ചാൽ കണ്ടുപിടിച്ചത്, ഈ കിട്ടിയ വൈയുടെ വാല്യൂ ബോത്ത് ഇക്വേഷൻ നമ്പർ 1 വൈക്കും ഇക്വേഷൻ നമ്പർ 2 വൈക്കും എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോസിബിൾ ആയിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ആണ് എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ 1 ആയിട്ട് നമുക്ക് കിട്ടിയത്. ദെർഫോർ എന്ത് ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 നിങ്ങൾക്ക് എന്ത് 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ഇക്വേഷൻ നമ്പർ 2 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വൈയുടെ സ്ഥാനത്ത് പോയിട്ട് കൊടുക്കാം. എന്നാൽ എന്ത് മാറില്ല, എക്സിൻ്റെ വാല്യൂ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂവിനകത്ത് വേരിയേഷൻ ഉണ്ടാകത്തില്ല. സോ 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 7. ഇനി സാധാരണ കണക്ക് ലീനിയർ ഇക്വേഷൻ്റെ സോൾവിങ്ങേ ഉള്ളൂ. 2x ഇസ് ഈക്വൽ ടു 7 മൈനസ് 1 ഇസ് ഈക്വൽ ടു 6. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 6/2 ഇസ് ഈക്വൽ ടു 3. അതായത് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, മെത്തേഡ് ഓഫ് എലിമിനേഷൻ ഉപയോഗിച്ച് നമുക്ക് തന്നിട്ടുള്ള ഈ ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഇൻ 2 അൺനോൺസിനെ എന്ത് ചെയ്തു, മെത്തേഡ് ഓഫ് എലിമിനേഷൻ ഉപയോഗിച്ച് ഈ 2 അൺനോണുകളുടെ വാല്യൂസ് കണ്ടുപിടിച്ച് ഈ 2 ഇക്വേഷനെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, 2 ഇക്വേഷൻ്റെ പൊസിഷനിലും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂസാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഇങ്ങനെയുള്ള സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത, സോൾവ് ചെയ്ത് നമുക്ക് കിട്ടിയ വാല്യൂസ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ നമുക്ക് എന്ത് തരുന്നുണ്ട്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുക, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്, 3 എന്നും വൈയുടെ വാല്യൂ 1 എന്നുമാണ് കിട്ടിയത്. ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻ. ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 3 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 1. ഇനി ഈ കിട്ടിയ ആൻസേഴ്സ് ശരിയാണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇക്വേഷൻ ഈസ് 2x പ്ലസ് വൈ. ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു, 3 കൊടുക്കുന്നു. വൈയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു, 1 കൊടുക്കുന്നു. ദെർഫോർ 2 ഇൻറ്റു 3 പ്ലസ് 1 ഈക്വൽ ടു, ഈ കിട്ടുന്ന വാല്യൂ എത്ര ആയിരിക്കും, 2 ഇൻറ്റു 3 6 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 7. ആ 7 തന്നെയാണ് ഇതെന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ദർഫോർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കൊടുത്തപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിനോട് ഇത് ഈക്വൽ ആയിട്ട് വന്നു. എഗെയിൻ ദ സെക്കൻഡ് ഇക്വേഷൻ 5 ഇൻറ്റു 3 പ്ലസ് 7 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 ഈസ് 15 plus 7 which is equal to 15 plus 7 is 22. 22 is the right hand side value, therefore it is equal to 22. Therefore രണ്ട് കേസുകളിലും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ കിട്ടിയ സൊല്യൂഷനായിട്ട് എനിക്ക് കിട്ടിയ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് ആ ക്വസ്റ്റ്യനകത്ത് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് എന്ത് കിട്ടി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വാല്യൂസ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് കിട്ടി. Therefore we can say that the solution that we have obtained is correct. And the next method is by method of cross multiplication. ആ മെത്തേഡിനെ പറ്റി ജസ്റ്റ് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. കൺസിഡർ ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഓഫ് ദ ഫോം a1x പ്ലസ് b1y പ്ലസ് c1 ഇസ് ഈക്വൽ ടു 0 ആൻഡ് a2x പ്ലസ് b2y പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0. അതായത് എക്സിൻ്റെ ടേംസും വൈയുടെ ടേംസും കോഎഫിഷ്യൻ ടേംസും ഒരേ സൈഡിലായിക്കൊണ്ട് ആർ എച്ച് എസിലെ വാല്യൂ എന്താക്കി 0 ആക്കി മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, സൈമൾട്ടേനിയസ് ഇക്വേഷൻസിൻ്റെ സെറ്റിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. its solution by means of cross multiplication method is given by എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എക്സ് ബൈ b1 c2 മൈനസ് c2 b2 c1 ഈക്വൽ ടു y by c1 a2 മൈനസ് a1 c2 ഈക്വൽ ടു
1/a1b2 മൈനസ് a2b1. ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നുമെങ്കിലും ഈ ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഈ തന്നിട്ടുള്ള രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ ഒന്ന് നോക്കുന്നു. രണ്ട് ഇക്വേഷൻസിനെ ഒന്ന് നോക്കുന്നു. എന്താ പറഞ്ഞേക്കുന്നത്? എക്സിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട്, ഈ ഇക്വേഷനകത്ത് എക്സിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ടേം എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? b1c2 മൈനസ് b2c1. b1 എന്നും b2 എന്നും പറയുന്നത് എന്താണ്? വൈയുടെ കോഎഫിഷ്യൻസ് ആണ് അല്ലേ? c1 ഉം c2 എന്നും പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടേംസാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ തന്നിട്ടുള്ള സെറ്റ് ഓഫ് ഇക്വേഷൻസിനകത്ത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ സെറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങ് മാറ്റി നിർത്തുന്നു. ദെർഫോർ ഈ പോർഷൻ ഞാൻ അങ്ങ് ഒഴിവാക്കി. ബാക്കിയുള്ള ടേംസിനകത്ത് എന്തുണ്ട്? b1 ഉണ്ട്, b2 ഉണ്ട്, c1 ഉണ്ട്, c2 ഉണ്ട് അല്ലേ? ഈ വരുന്ന ബാക്കിയുള്ള കോഎഫിഷ്യൻസിന് കോഎഫിഷ്യൻ്റ് നോക്കണം കേട്ടോ. b1ഉം b2ഉം മറ്റേ കോൺസ്റ്റൻ്റ് ടേം c1ഉം c2. ഈ കോഎഫിഷ്യൻറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് b1 ഇൻറ്റു c2 മൈനസ് മറ്റേ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? c1 ഇൻറ്റു b2. ദാറ്റ് ഈസ് c1 ഇൻറ്റു b2. ദാറ്റ് ഈസ് x/b1c2 മൈനസ് b2c1. അതായത് നമുക്ക് എക്സ് എന്ന് പറയും ഈ ഇക്വേഷനകത്ത് എക്സിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ ടേമിനെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കി ബാക്കിയുള്ള രണ്ട് ടേംസിൻ്റെയും കോഎഫിഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സബ്ട്രാക്ട് ചെയ്യുന്നു. വാട്ട് അബൌട്ട് ദി നെക്സ്റ്റ് വൺ? y എന്ന് പറയുന്ന വേരിയബിൾ y അവിടെ ഡിനോമിനേറ്റർ വരുന്ന ടേം ഏതൊക്കെയാണ്? കോഎഫിഷ്യൻസ് a1 ഉണ്ട്, a2 ഉണ്ട്, c1 ഉണ്ട്, c2 ഉണ്ട്. വൈയുടെ കോഎഫിഷ്യൻ്റായ b1ഉം b2 അതിനകത്തില്ല അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ y എന്ന് പറയുന്ന ആ ടേമിനെ എന്ത് ചെയ്തു? അങ്ങ് ഒഴിവാക്കി. വൈയുടെ ടേമുകളെ ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള രണ്ട് ടേംസിൻ്റെ കോഎഫിഷ്യൻസ് a1, a2, c1, c2 ഇവയെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇത് റിവേഴ്സ് ഓർഡറിൽ വേണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? b1c2 ഡയഗണൽ എലമെൻസിനെ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ, അതിനുശേഷം ഓഫ് ഡയഗണൽ രീതിയിൽ വന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഓഫ് ഡയഗണൽ, ദാറ്റ് ഈസ് c1 ഇൻറ്റു a2 c1a2 മൈനസ് തിരിച്ച് a1 ഇൻറ്റു c2. ഒരേ ഓർഡറിലല്ല, തിരിച്ചുള്ള ഓർഡറിലാണ് എന്തിൻ്റെ ചെയ്യുന്നത്? വൈ ഡിനോമിനേറ്റർ എഴുതുന്നത്. ദാറ്റ് ഈസ് c1 ഇൻറ്റു a2 മൈനസ് a1 ഇൻറ്റു c2 ഈക്വൽ ടു അവിടെ മറ്റൊരു വേരിയബിൾ ഇസഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറൊരു വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കോൺസ്റ്റന്റിനെ റെപ്രസെൻറ്റ് എന്ത് കൊടുക്കുന്നു? 1 അഥവാ യൂണിറ്റ് കൊടുക്കുന്നു. 1 കോൺസ്റ്റന്റ് ടേം, ഇവിടെ കോൺസ്റ്റന്റ് ടേമിൻ്റെ കോഎഫിഷ്യൻ്റായ സിയുടെ പ്രസൻസ് ആണ് ഇവിടെ ഇല്ലാത്തത്. ദെർഫോർ കോൺസ്റ്റന്റ് ടേമുകളുടെ ടേംസ് ഒഴിവാക്കി, c1ഉം c2ഉം ഒഴിവാക്കിയതിന് ശേഷം ബാക്കി വരുന്ന രണ്ട് ടേംസ് ഏതൊക്കെയാണ്? a1, a2, b1, b2 അവയെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് a1 ഇൻറ്റു b2 മൈനസ് b1 ഇൻറ്റു a2. Therefore, by method of cross multiplication അനുസരിച്ച് നമ്മൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ x/b1c2 മൈനസ് b2c1 ഈക്വൽ ടു y/c1a2 മൈനസ് a1c2 ഈക്വൽ ടു 1/a1b2 മൈനസ് a2b1. ഇത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഏത് ഫോർമാറ്റിലായിരിക്കണം? ഇതുപോലൊരു ഫോർമാറ്റിലാണ്. അത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കണം? എപ്പോഴും 0 ആകുന്ന രീതിയിൽ എടുക്കാവൂ. സോ ഈ മെത്തേഡ് അനുസരിച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ആ പഴയ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതേ ക്വസ്റ്റ്യൻ നമുക്ക് ഈ മെത്തേഡ് അനുസരിച്ചൊന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് സോൾവ് 2x + y is equal to 7 and 5x + 7y is equal to 22. We are trying to solve this question by the method of ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പഴയ പോണൊക്കെ തന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് കൺസിഡർ 2x + y is equal to 7 and 5x + 7y is equal to 22. ഇനി എന്ത് ചെയ്യുന്നു? നമുക്ക്
ആവശ്യമുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൻ്റെ ഫോർമുല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മളുടെ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഏത് ഫോർമാറ്റിൽ കിടന്നാൽ പോരാ, ഈ തന്നിരിക്കുന്ന ഫോർമാറ്റിൽ കിടന്നാൽ പോരാ, അതിന് പകരം ഏത് രീതിയിലേക്ക് അത് മാറ്റണം, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആകുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്ത് നമുക്ക് എഴുതണം. സോ ആ മോഡിഫൈ ചെയ്ത് എഴുതിയത് ഇങ്ങനെ വന്നു, ആ കോൺസ്റ്റൻറ്റ് ടേമായ 7 റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നപ്പോൾ എന്തായി, -7 ആയിട്ട് മാറി. 22 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടേം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കം -22 ആയിട്ട് മാറി. ദെർഫോർ ഇപ്പം നമ്മൾ എഴുതിയ ഈ സെറ്റ് അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാണ് നമുക്ക് ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമുലയ്ക്കകത്ത് എന്തൊക്കെ ടേംസാണ് വേണ്ടത്, B1 B2 C1 C2 ആൻഡ് A1 A2 ഈ 6 ടേംസിൻ്റെ ആവശ്യമുണ്ട്. ചിലപ്പോൾ ഈ 6 നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്തൊന്ന് സോർട്ട് ചെയ്ത് എഴുതണം. സോ ആ എഴുതിയതാണ് കാണിക്കുന്നത്. A1 A2 എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് ആയിരുന്നു. അപ്പോൾ A1 become 2 and A2 is equal to 5. What about B1 and B2? They are the coefficients of the variable y. Therefore B1 is equal to 1 and B2 is equal to 7. What about C1 and C2? They are constant terms. Variables ഒന്നും ഇല്ലാത്ത, വേരിയബിൾസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത കോൺസ്റ്റൻ്റ് ആയിട്ട് മാത്രം, നമ്പേഴ്സ് ആയിട്ട് മാത്രം കിടക്കുന്ന ടേംസ് ആയിരുന്നു. Therefore C1 is equal to -7 and C2 is equal to -22. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഫോർമുലയിലേക്ക് വരിക. ഫോർമുലയ്ക്കകത്ത് വന്നേക്കുന്ന the values of x and y can be found out by using the formula x by b1 c2 minus b2 c1 equal to y by c1 a2 minus a1 c2 equal to 1 by a1 b2 minus a2 b1. അപ്പോൾ ഈ കിട്ടിയ a1 a2 b1 b2 and c1 c2 എന്നീ വാല്യൂസ് ആ തന്നിരിക്കുന്ന ഫോർമുലയ്ക്കകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. സോ അതാത് A1 A2 B1 B2 C1 C2 എന്നിവയുടെ വാല്യൂസ് ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണിത്. ആ ഓരോ വാല്യൂസ് ഞാൻ ചെയ്തേക്കുന്നത് ആ തന്നിരിക്കുന്ന വാല്യൂസ് ഇപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും B1 C2 B1 ഇൻറ്റു C2 അതിനെ എന്താക്കി ഒരു ബ്രാക്കറ്റിനകത്ത് കൊടുത്തു. എന്നിട്ട് മൈനസ് ബാക്കി എന്താ വരുന്നത് B2 C1 B2 ഇൻറ്റു C1 അതിനെ എന്ത് ചെയ്തു ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്രാക്കറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എഗെയിൻ ദ സെക്കൻഡ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് C1 ഇൻറ്റു A2 അതിനെ എന്ത് ചെയ്തിട്ട് ബ്രാക്കറ്റിനകത്ത് ഇൻസേർട്ട് ചെയ്തു മൈനസ് A1 ഇൻറ്റു C2. എഗെയിൻ ദ തേർഡ് ഡിനോമിനേറ്റർ A1 ഇൻറ്റു B2 മൈനസ് A2 ഇൻറ്റു B1. അപ്പോൾ ആ അതാത് പൊസിഷനിൽ അതാത് വാല്യൂസ് നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഇനി എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പ്രോഡക്റ്റിനെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1 ഇൻറ്റു -22 -22 മൈനസ് 7 ഇൻറ്റു -7 ദാറ്റ് ഈസ് -49. എഗെയിൻ ഇതിനെല്ലാം എക്സിൻ്റെയും വൈയുടെയും പൊസിഷനിലൊക്കെ ഓപ്പറേഷൻസ് എല്ലാം അതേപടി ക്യാരി ഔട്ട് ചെയ്യണം. ഞാൻ ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ പ്രൊഡക്റ്റാണ് പറയുന്നത്. -7 ഇൻറ്റു 5 ഇസ് -35 -2 ഇൻറ്റു -20 ഇസ് -44 ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു 7 ദറ്റ് ഈസ് 14 -5 ഇൻറ്റു 1 ഇസ് 1. ഇത്രയും ചെയ്തതിന് ശേഷം സാധാരണ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഈ ഓപ്പറേഷൻ അതായത് ബ്രാക്കറ്റ് ഉപയോഗിച്ച് എവിടേക്കാണോ ഞാൻ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്, നമ്മൾ എവിടേക്കാണോ ബ്രാക്കറ്റ് അപ്ലൈ ചെയ്തേക്കുന്നത് ആ പൊസിഷനിലെല്ലാം തന്നെ എന്ത് അപ്ലൈ ചെയ്തിരിക്കണം, ബ്രാക്കറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് അതിപ്പോൾ എക്സ് അതേ കണക്ക് തന്നെ എഴുതി, നമുക്ക് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് അതേവിടെ എഴുതി ബൈ ഡിനോമിനേറ്റർ ബിക്കം -22 -49 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും. സയൻറ്റിഫിക് അല്ലെങ്കിൽ സാധാ കാൽക്കുലേറ്റർ നമുക്കത് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 27 ഈക്വൽ ടു y ബൈ -35 -44 the answer is 9 is equal to 1 by 14 minus 5 that is equal to 9. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഓരോ ഇക്വേഷൻ നോക്കി x by 27 equal to y by 9 equal to 1 by 9. ഇതിനകത്ത് ഫസ്റ്റ് ടേം, ഈ ടേമിനകത്ത് ഏത് വേരിയബിൾ ഉണ്ട്, x ഉണ്ട്. ഈ ടേമിനകത്ത് ഏത് വേരിയബിൾ ഉണ്ട്, y ഉണ്ട്. ഈ ടേമിനകത്ത് എന്തില്ല, വേരിയബിൾസ് ഇല്ല. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വേരിയബിൾസ് ഒന്നും തന്നെ ഇല്ലാത്ത
ഈ മൂന്നാമത്തെ ടേമിനെ ബാക്കി വരുന്ന രണ്ട് ടേംസുമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നു. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണെന്ന്, ഈ മൂന്ന് വാല്യൂസും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് x/27 എന്തിനോട് ഈക്വലാണ്, y/9നോട് ഈക്വലാണ്, 1/9നോടും ഈക്വലാണ്. അപ്പോൾ ഈ മൂന്ന് വാല്യൂസും ഈക്വൽ ആയതുകൊണ്ട് ദാറ്റ് ഈസ് a ഇസ് ഈക്വൽ ടു b ഈക്വൽ ടു c ആണെങ്കിൽ, ഒരു സാധാ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, a ഇസ് ഈക്വൽ ടു b ഈക്വൽ ടു c ആണെങ്കിൽ എന്ന് പറയാം, a ഈക്വൽ ടു c എന്ന് പറയാം, b ഈക്വൽ ടു c എന്നും പറയാം അല്ലേ. അതായത് a ഇസ് ഈക്വൽ ടു b ഇസ് ഈക്വൽ ടു 9 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും എന്താണെന്ന് അർത്ഥം, 9 ആണെന്നാണ് അർത്ഥം അല്ലേ. ദാറ്റ് ഈസ് എനിക്ക് എന്തെഴുതാം, a ഇസ് ഈക്വൽ ടു 9 ആൻഡ് b ഇസ് ഈക്വൽ ടു 9 എന്ന് എഴുതാം. ഇത് സിമ്പിളായിട്ടുള്ള ഫോർമാറ്റ്. ഇതേ ലോജിക്ക് ഞാൻ എവിടെ അപ്ലൈ ചെയ്യുന്നു, ഈ തന്നിരിക്കുന്ന ഫോമുലയ്ക്കകത്ത് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. x/27 ഇസ് ഈക്വൽ ടു y/9 ഇസ് ഈക്വൽ ടു 1/9. ഈ തന്നിട്ടുള്ള ഇക്വാളിറ്റി എന്ത് ചെയ്യുന്നു, ഒന്നൊന്നിനോട് ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് x/27 ഇസ് ഈക്വൽ ടു 1/9 ആൻഡ് ഓൾസോ y/9 ഇസ് ഈക്വൽ ടു 1/9. ഇനി എന്ത് വേണം, ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷനിൽ എന്ത് കണ്ടുപിടിക്കണം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ് അല്ലാതെ എന്തുണ്ട്, 27 ഉണ്ട്. 27 എന്ത് ചെയ്തേക്കാണ്, ഡിവൈഡ് ചെയ്തേക്കുവാണ്. ദർഫോർ ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോഴത്തേക്ക് എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു അവിടെ ഉണ്ടായിരുന്ന 1/9 ഇൻറ്റു 27 ആൻഡ് ഇൻ ദിസ് കേസ് y ഇസ് ഈക്വൽ ടു ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത 1/9 ഇൻറ്റു 9. ഇത് നമുക്ക് ഒന്നെങ്കിൽ കാൽക്കുലേറ്ററിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 1/9 ഇൻറ്റു 27. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ന്യൂമറേറ്ററിലുണ്ടായിരുന്ന 27ഉം ഡിനോമിനേറ്ററുള്ള 9നെ നമ്മൾ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. വി നോ ദാറ്റ് 9 1s are 9 and 9 3s are 27. Therefore answer is 3/1, that is equal to 3. And also y is equal to, ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ നേരിട്ട് കാൽക്കുലേറ്ററിനകത്ത് 1/9 ഇൻറ്റു 9. അപ്പോൾ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഫ്രാക്ഷൻ വരുന്നത് എന്തിലാക്കണം, കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫ്രാക്ഷനായിട്ട് വരുന്ന വാല്യൂ ബ്രാക്കറ്റിലാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ദാറ്റ് ഈസ് ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണ്, 1/9നെ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഡിവിഷൻ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്തിലേക്ക് പോകാവൂ, മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാവൂ. ബൈ മീൻസ് ഓഫ് ഏത് റൂളാണ് അത്, ബോട്ട്മാസ് റൂൾ. ബോട്ട്മാസ് റൂൾ അനുസരിച്ച് ഡിവിഷന് ശേഷം എന്ത് ക്യാരി ഔട്ട് ചെയ്യാവൂ, മൾട്ടിപ്ലിക്കേഷൻ ക്യാരി ഔട്ട് ചെയ്യാവൂ. ദർഫോർ അതുകൊണ്ട് തന്നെ ആദ്യം ഡിവിഷൻ പ്രൊസീജിയർ ആണ് നടത്തേണ്ടതെന്ന് ആരോട് പറയാൻ, സയൻറ്റിഫിക് കാൽക്കുലേറ്ററിനോട് പറയാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 1/9നെ ബ്രാക്കറ്റിലാക്കി കൊടുക്കണം. ദർഫോർ 1/9 ഇൻറ്റു 9 എന്ന് നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, 1 എന്നായിരിക്കും. അതർവൈസ് നമുക്ക് നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 9 1s are 9, ഹിയർ ഓൾസോ 9 1s are 9, that is 1/1 is equal to 1. Therefore ഇവിടെ നമുക്ക് എന്ത് കിട്ടി, എക്സിൻ്റെ വാല്യൂ ബൈ മീൻസ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ദ വാല്യൂ ഓഫ് എക്സ് ക്യാൻ ബി given as 3 and the value of y is equal to 1 നമുക്ക് കിട്ടി. ഇതേ സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ ബൈ മെത്തേഡ് ഓഫ് എലിമിനേഷൻ ചെയ്തപ്പോൾ എന്തിനാണ് കിട്ടിയത്, എക്സ് ഇസ് ഈക്വൽ ടു 3 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു സെറ്റ് ഓഫ് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഇൻ 2 അൺനോൺസ് വന്നു കഴിഞ്ഞാൽ ഏതർ ബൈ മെത്തേഡ് ഓഫ് എലിമിനേഷൻ ഉപയോഗിച്ചോ ഓർ ബൈ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അതുവഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അൺനോൺസിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. So that's all for today. Thank you.